വചനമൊഴി ഫെബ്രുവരി 16. വചനഭാഗം യാക്കോബ് 1:12-18, ലൂക്കായുടെ സുവിശേഷം 22:39-46. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് ഈശോ ഗെത്സേമനിയിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഈശോയുടെ പ്രാർത്ഥന, പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ എന്നതാണ്. ഈശോയുടെ പ്രാർത്ഥന കേട്ട് സഹനമാകുന്ന പാനപാത്രം എടുത്തു മാറ്റുന്ന പിതാവിനെ അല്ല, മറിച്ച് അവനെ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ദൂതനെ അയച്ചു നൽകുന്ന പിതാവിനെയാണ് നാം കാണുന്നത്. പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി സ്വയം സമർപ്പിച്ച് ഭൂമിയോളം താണ് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈശോയാണ് ഗെത്സേമനിയിലുള്ളത്. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ അവിടുന്ന് ശിഷ്യന്മാരോടും ആവശ്യപ്പെടുകയാണ്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവഹിതത്തിൽ നിന്നും അകലുവാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും ഗെത്സമേൻ അനുഭവങ്ങൾ നമുക്കും സ്വായത്തമാക്കുവാൻ സാധിക്കണം. അതിന് നാം ഉണർവോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള അവസരമാണ് നോമ്പുകാലം. സഹനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന്, പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തുന്നതിന് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ദൂതനാണ് നോമ്പുകാലം. നോമ്പിന്റെ ചൈതന്യം ജീവിച്ച് നമുക്ക് ആത്മശക്തീകരണം നേടുവാൻ സാധിക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള തിരുവചനം പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ അനുഗ്രഹീതൻ. എന്തെന്നാൽ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. നിത്യജീവൻ ലക്ഷ്യം വെച്ച് ഇഹലോക ജീവിതം നയിക്കുന്ന വിശ്വാസിക്ക് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന നോമ്പുകാല ചൈതന്യം വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.